സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിംഗിനിടെയുണ്ടായ ദ്വയാർത്ഥ പ്രയോഗത്തിൽ വലിയ വിമർശനമാണ് റിപ്പോർട്ടർ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേസും ഉണ്ടായിരിക്കുന്നു. കലോത്സവ റിപ്പോർട്ടിംഗിലെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വലിയ വിമർശനം ഏറ്റുവാങ്ങിയ റിപ്പോർട്ടർ ചാനലും ചാനലിലെ പ്രമുഖ റിപ്പോർട്ടർമാരും കൺസൾട്ടിംഗ് എഡിറ്ററും ഇപ്പോൾ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. റിപ്പോർട്ടർ ഷഹബാസ് ആണ് രണ്ടാം പ്രതി. കണ്ടാൽ അറിയാവുന്ന ഒരാളെ മൂന്നാം പ്രതിയാക്കിയും കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ ഉയർത്തിയിരുന്നു. ചാനൽ രംഗത്ത് നിന്ന് തന്നെ നിരവധി പേർ ഇതല്ല മാധ്യമ സംസ്കാരം എന്നുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ തൊട്ട് പിന്നാലെ ബാലാവകാശ കമ്മീഷന്റെ കേസും ഉണ്ടായിരിക്കുന്നു. ഏതായാലും ഹണിറോസ് ബോജെ വിഷയവും ദ്വയാർത്ഥ പ്രയോഗവും ഒക്കെ കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ അരുൺകുമാറിനെതിരെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്, എടുത്തു പറയണം. ഏതായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വാർത്താ അവതരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിലാണ് ഒരു പ്രയോഗം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കേസ് എടുക്കേണ്ടി വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടായത്. ഏതായാലും ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ അടിയന്തരമായി റിപ്പോർട്ട് തേടിയിരുന്നു. കേസെടുക്കാൻ ആസ്പദമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. ഇതാദ്യമായൊന്നുമല്ല ഡോക്ടർ അരുൺകുമാറിന് നേരെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. നേരത്തെ പഴയുടെ മോഹനൻ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണിക്കൽ ഹെജമണി വിഷയത്തിലൊക്കെ അരുൺകുമാർ വലിയ വിമർശനങ്ങൾ കേട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗം ചാനലിനും ചാനലിന്റെ പ്രധാനപ്പെട്ട അവതാരകരിൽ ഒരാളായ ഡോക്ടർ അരുൺകുമാറിനും കുരുക്കായി മാറിയിരിക്കുകയാണ്. എന്നാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാട് ചാനൽ വ്യക്തമാക്കും എന്നതറിയാൻ കേരളം ഉറ്റുനോക്കുകയാണ്. അവിടെ കൊണ്ടും തീർന്നില്ല റിപ്പോർട്ടർ ചാനലിന് നേരെയുള്ള വിമർശനങ്ങൾ. അനവസരത്തിൽ അധിക്ഷേപിച്ച റിപ്പോർട്ടർ TV അവതാരകൻ ഉണ്ണി ബാലകൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത് വന്നതും സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിരുന്നു. അനവസരത്തിലും അനാവശ്യമായും തന്നെ അധിക്ഷേപിച്ച റിപ്പോർട്ടർ ചാനലിന്റെ മറ്റൊരു പ്രമുഖ മുഖമായ ഉണ്ണി ബാലകൃഷ്ണനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത് വന്നത്. അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ട് അലക്കുകയായിരുന്നു ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയായ സന്തോഷ് പണ്ഡിറ്റ് ഉണ്ണി ബാലകൃഷ്ണനെ. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണിറോസ് കൊടുത്ത കേസും അനുബന്ധ സംഭവങ്ങളും ചർച്ച ചെയ്യുന്നതിനിടയിലാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ മനോനില ശരിയല്ല എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്. പിന്നാലെ ഇതിനെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത് വരികയായിരുന്നു. അതായത് ചാനൽ റേറ്റിംഗ് കുറയുമ്പോൾ സ്വീകരിക്കുന്ന തന്ത്രമാണിതൊക്കെ എന്നുള്ളതാണ് സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കിയത്. മാനസിക നില പരിശോധിക്കുകയോ, അതായത് ആദ്യം സ്വന്തം മാനസിക നില പരിശോധിക്കുകയോ സ്വയം നന്നാവുകയാണ് ആദ്യം വേണ്ടതെന്നും സന്തോഷ് പണ്ഡിറ്റ് ഉണ്ണി ബാലകൃഷ്ണനോടായി സോഷ്യൽ മീഡിയ പേജിലൂടെ പറഞ്ഞിരുന്നു.